ഹായ് മക്കൾസ്, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏത് ലെവൽ ചോദ്യം വരികയാണെങ്കിലും എജുപോർട്ടിന്റെ മക്കൾക്ക് ഫുൾ മാർക്ക് ആയിരിക്കണം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് കിഡിലനായിട്ടുള്ള 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 5 ടൈപ്പ് ചോദ്യം നിർബന്ധമായിട്ടും പഠിക്കണം. എന്നാൽ നമുക്ക് എക്സാമിന് ഏറെക്കുറെ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കും. സെറ്റ് അല്ലേ? ബാക്കി നമ്മൾ ലൈവിലും കൂടി അങ്ങനെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഫുൾ മാർക്ക് നമ്മൾ തന്നിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്? ഘർഷണ ബലം ഏത് തരം ബലമാണെന്ന്. അതിന് ഒന്നാമത്തെ സംഭവം ഘർഷണ ബലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. രണ്ടാമത്തെ സംഭവം സാറേ കോണ്ടാക്ട് ഫോഴ്സ് എന്താ, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താണെന്ന് അറിയണം. ഞാൻ പഠിപ്പിച്ചുതരാം. ആദ്യം മനസ്സിലാക്കണം എന്താണ് കോണ്ടാക്ട് ഫോഴ്സ്, എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. സമ്പർക്ക ബലം എന്താ, സമ്പർക്കരഹിത ബലം എന്താ. രണ്ടാൾക്കാർ തമ്മിൽ ടച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്ക ബലം. രണ്ടാൾക്കാർ തമ്മിൽ ടച്ച് ഇല്ല, സമ്പർക്കം ഇല്ല, അപ്പൊ അതേതായിരിക്കടാ, സമ്പർക്കരഹിത ബലം. ഇനി നമുക്ക് നോക്കാം ഘർഷണ ബലം എന്ന് പറഞ്ഞാൽ എന്താണ്. സപ്പോസ് ഞാനൊരു ബോൾ അങ്ങോട്ട് ഉരുട്ടി വിട്ടുന്നിരിക്കുക. ഒരു ബോൾ തറയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത് നടക്കുകയാണ് അതല്ല, ഒരു ബോൾ തറയിലൂടെ ഉരുണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ തറയും ബോളും തമ്മിലൊരു ടച്ച് ഇല്ലേ, ആ തറയും ബോളുകൾക്കും ഇടയിലുള്ള, ആ ബോളിന്റെ ഇടയിലുള്ള ബലമാണ് ഘർഷണ ബലം. ടയർ തേയാൻ കാരണം, ചെരുപ്പ് തേയാൻ കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. സോ നിങ്ങൾ മനസ്സിലാക്കണം, സാറേ അത് തറയുമായിട്ട് ടച്ച് ഉണ്ട്, സമ്പർക്കമുണ്ട്. സോ ഇത് എന്ത് ബലാടാ, സമ്പർക്ക ബലം. ഏത് ബലാണ്, സമ്പർക്ക ബലം അല്ലെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ്. സെറ്റ് അല്ലേ? ഈ സമയത്ത് കുറച്ച് ബലം കൂടി മക്കളൊന്ന് പഠിച്ചു വെക്കണം. ഒന്നാമത്തെ, തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നു, മാവിൽ നിന്ന് മാങ്ങ വീഴുന്നു. വാവ്, ഇത് ഏത് ബലാടാ? തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുകയാണെങ്കിൽ അതൊക്കെ ഗുരുത്വാകർഷണ ബല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാ. തെങ്ങിന്ന് തേങ്ങ വീഴുമ്പോൾ ഭൂമിയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് തേങ്ങയെ വാ എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കണുണ്ടോ? ഇല്ല. സോ ടച്ച് ഇല്ല. അപ്പൊ അത് എന്ത് ബലാടാ, സമ്പർക്കരഹിത ബലം. നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സാർ അടുത്ത എക്സാമ്പിൾ എന്താ, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആരെങ്കിലും ഒരാൾ ഒരു ചീർപ്പെടുത്ത് നീരിക്കുക. ഈ കോമ്പ് എന്നാണ് ചീർപ്പിനൊക്കെ നമ്മൾ പറയാം. എന്നിട്ട് കുറച്ച് ചെറിയ ചെറിയ പീസ് പേപ്പറിന്റെ കഷ്ണങ്ങൾ തൊട്ടടുത്ത് വെച്ചു എന്ന് വിചാരിക്കുക. ഇയാൾ ഈ ചീർപ്പ് അയാളുടെ തലയിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത്, നന്നായിട്ട് ഉരസി, അങ്ങനെ റബ്ബ് ചെയ്ത് ആ പേപ്പറിന്റെ കഷ്ണങ്ങൾക്ക് തൊട്ടടുത്ത് വെക്കുന്ന സമയത്ത് ആ പേപ്പറിന്റെ കഷ്ണം ഒരു കാന്തത്തിന്റെ അടുത്തേക്ക് വരുന്ന പോലെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. വാവ്, ഇതിന് നമ്മൾ എന്താ പറയാ, ഇതിന്റെ പേര് ഇമ്പോർട്ടൻ്റാ. ഇതിന് ഇംഗ്ലീഷ് പറയും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മലയാളത്തിൽ പറയും സ്ഥിത വൈദ്യുത ബലം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ സ്ഥിത വൈദ്യുത ബലം. ഓർക്കണേ, ആ പേര് മറക്കരുത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ സ്ഥിത വൈദ്യുത ബലം. വാവ്, സിമ്പിൾ. ഞാൻ ചോദിക്കടാ, ഇത് കോണ്ടാക്ട് ആണോ നോൺ കോണ്ടാക്ട് ആണോ? അയ്യോ സാറേ, തൊട്ടടുത്ത് വെക്കുമ്പോത്തിന് ഒട്ടിപ്പിടിക്കണില്ലേ? തൊട്ടടുത്ത് വെക്കുമ്പോത്തിന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്, ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത് ഏതാടാ, നോൺ കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്കരഹിത ബലം. അടുത്ത, സ്വാഭാവികമായിട്ട് മക്കൾക്ക് അറിയാം കാന്തത്തിന്റെ ബലം എന്താണെന്ന്. കാന്തത്തിന്റെ അടുത്ത് ഒട്ടിപ്പിടിക്കേണ്ട ആവശ്യമുണ്ടോ? തൊട്ടടുത്ത് വെക്കുമ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കണം, ടച്ചിന്റെ ആവശ്യമില്ല, സമ്പർക്കത്തിന്റെ ആവശ്യമില്ല. സോ കാന്തിക ബലം എന്ന് പറഞ്ഞാൽ, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, സമ്പർക്കരഹിത ബലമാണ്. ഇനി അടുത്തൊരു ടൈപ്പ് ചോദ്യം പരിചയപ്പെട്ടാലോ? സോ ഒന്നാമത്തെ കോണ്ടാക്ട് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് നമ്മൾ സെറ്റാക്കി. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ, ഏത് ലെവൽ വന്നാലും തളരരുത് രാമൻകുട്ടി, തളരരുത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? അയ്യോ, വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു സ്ഫെറിക്കൽ മിററിന്റെ ഫോക്കൽ ലെങ്ത് അല്ലല്ലോ, കാൽക്കുലേറ്റ് ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ 12 സെന്റിമീറ്റർ. റേഡിയസ് 12 സെന്റിമീറ്റർ ഉള്ള, വക്രത ആരം 12 സെന്റിമീറ്റർ ഉള്ള ഒരു കണ്ണാടിയുടെ ഫോക്കസ് ദൂരം എത്രയാണ്? അതിനെന്താ ഈ ബുദ്ധിന്റെ മക്കൾക്ക് വേണ്ടേ? ഫോക്കസും റേഡിയസും തമ്മിലുള്ള ബന്ധം അറിയണ്ടേ? ഞാൻ പഠിപ്പിച്ചുതരാം, ഇങ്ങോട്ട് നോക്കിക്കോ. ഒരു കണ്ണാടിന്റെ ഫോക്കസ് വരെയുള്ള ദൂരത്തിനാണ് ഫോക്കസ് ദൂരം എന്ന് പറയാ, ഫോക്കൽ ലെങ്ത് എന്ന് പറയാ. സെന്റർ വരെയുള്ള ദൂരത്തിനാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാ. അതിന് മലയാളത്തിൽ വക്രതാ ആരം എന്ന് പറയും. എന്താ പറയാ? വക്രതാ ആരം. എൻ്റെ മക്കൾ ഇപ്പോഴേ കേട്ടോളടാ, റേഡിയസിന്റെ പകുതിയായിരിക്കും ഫോക്കസ് ദൂരം. വല്ല പ്രശ്നമുണ്ടോ? റേഡിയസ് 30 ആണെങ്കിൽ ഫോക്കസ് ദൂരം 15, റേഡിയസ് 40 ആണെങ്കിൽ ഫോക്കസ് ദൂരം 20, റേഡിയസിന്റെ പകുതിയായിരിക്കും ഫോക്കസ് ദൂരം. സെറ്റ് അല്ലേ? ഞാൻ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാ, ഫോക്കസിന്റെ ഇരട്ടിയായിരിക്കും റേഡിയസ്. ഈ ബുദ്ധിയുള്ള ആൾക്കാർക്ക് എല്ലാം എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം എന്താ? റേഡിയസ് എത്ര സെന്റിമീറ്ററാ? മാഷേ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. റേഡിയസ് 12 സെന്റിമീറ്റർ ആണെന്ന്. ഇവിടുന്ന് ഇവിടെ വരെ 12 സെന്റിമീറ്റർ ആണെന്ന്. റേഡിയസ് 12 സെന്റിമീറ്റർ ആണെങ്കിൽ ഫോക്കസ് ദൂരം എത്ര ആയിരിക്കും? 12ന്റെ പകുതി എത്ര? 6 സെന്റിമീറ്റർ. സോ ആൻസർ ആണ് 6 സെന്റിമീറ്റർ. വല്ല എതിരഭിപ്രായം ഉണ്ടോ? വല്ല ബുദ്ധിമുട്ടിന്റെ മക്കൾക്കുണ്ടോ? നിസാരം, സിമ്പിൾ. എന്ത് എളുപ്പാടാ ഫിസിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നേരെ തിരിച്ചു വയ്ക്കുക. അപ്പൊ നേരത്തെ നമ്മളോട് എന്താ തന്ന്? റേഡിയസ് എന്നിട്ട് ഫോക്കസ് ദൂരം കാണാൻ പറഞ്ഞു. ഇപ്പൊ നേരെ തിരിച്ചു വയ്ക്കുകയാണ്. എന്താ ക്വസ്റ്റ്യൻ എന്താ? ഫോക്കൽ ലെങ്ത് ഓഫ് എ റിയർ വ്യൂ മിറർ യൂസ്ഡ് ഇൻ എ കാർ ഈസ് 6 സെന്റിമീറ്റർ. അയ്യോ, ഒരു കാറിൽ ഉപയോഗിക്കുന്ന കണ്ണാടിയുടെ ഫോക്കസ് ദൂരം 6 സെന്റിമീറ്റർ ആണ്. ആയിക്കോട്ടെ, ഇനി ഞങ്ങൾ എന്താക്കണം? ഫോക്കസ് ദൂരം 6 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയെന്നാണ് ചോദിച്ചത്.
എൻ്റെ മക്കൾക്ക് അറിയില്ലേ, റേഡിയസിൻ്റെ പകുതിയായിരിക്കും ഫോക്കസ് ദൂരം. അപ്പോൾ ഫോക്കസ് ദൂരം 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്ര ആയിരിക്കടാ? 12 സെൻറ്റിമീറ്റർ. സോ ആൻസർ ഈസ് 12 അഥവാ 12 സെൻറ്റിമീറ്റർ. റെഡി അല്ലേ? എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാൻ പോവുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ് പ്രഷറിൻ്റെ യൂണിറ്റ്, എന്താണ് ത്രസ്റ്റിൻ്റെ യൂണിറ്റ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ മർദ്ദമാണ്. പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. പാസ്കൽ 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 അല്ലെങ്കിൽ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പ്രഷറിൻ്റെ 2 യൂണിറ്റ് ഉണ്ട്. ഒന്നെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയാം. എന്നാൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, വ്യാപകമർദ്ദം. വ്യാപകമർദ്ദം ത്രസ്റ്റിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഏതാടാ? ന്യൂട്ടൺ. സെറ്റല്ലേ? ഇതും കൂടി പഠിച്ചാൽ നമ്മൾ ഹാപ്പിയോസ്കി. സോ ഗൈസ്, നന്നായിട്ട് പഠിക്കുക. ഞാനിപ്പം പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൊളിയായിട്ട് പഠിക്കുക, വൈബായിട്ട് പഠിക്കുക. എന്നിട്ട് ഇന്നത്തെ രാത്രിക്കത്തെ ലൈവിൽ അങ്ങോട്ട് വരിക. ഇന്ന് രാത്രി നമ്മൾ ബേസിക് സയൻസിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒരു മെഗാ പ്രഡിക്ഷനിൽ ചെയ്യുന്നുണ്ട്. കൃത്യം 7 മണിക്ക് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരിക, നമ്മൾ പൊളിച്ചടക്കും. അങ്ങനെ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ക്ലാസ് കണ്ടിട്ട്, ഇന്നത്തെ ലൈവ് കണ്ടിട്ട്, നാളെ രാവിലത്തെ മോർണിംഗ് ലൈവും കൂടി കണ്ട എജുപോർട്ടിൻ്റെ മക്കൾക്ക് ഫുൾ മാർക്ക് ഞങ്ങൾ ഗ്യാരണ്ടി തരും. സോ ഗൈസ്, രാത്രി കാണാം. ബൈ.